ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമോട്ടീസ് കാവന്റ്. ഇന്ന് കാണിക്കുന്ന റോയൽ എൻഫീൽഡ് ജെന്യൂൺ ചെയിൻ പോക്കറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് സാധാരണ ഗതിയിൽ ചെയിൻ പോക്കറ്റ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കാണിച്ചു തരാം. ഒറിജിനൽ സ്പേക്ക് ചെയിൻ പോക്കറ്റിന്റെ മുകളിൽ ശ്രദ്ധിക്കുക, RE എന്നുള്ള ഒരു ബാഡ്ജിങ് ഉണ്ടാവും കേട്ടോ. നോക്കുക. പിന്നെ അതുമാതിരി തന്നെ വീൽ ഹബിലേക്ക് കിട്ടുന്ന കപ്പിംഗ് റബ്ബർ, ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നോക്കുക ഇതിന് പ്ലേ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇത് പ്ലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ റബ്ബർ മാറ്റി കൊടുക്കണം നിർബന്ധമായിട്ട്. അതല്ലെങ്കിൽ ഈ റബ്ബർ ഉണ്ടല്ലേ, ഇത് ഇതിന്റെ കൂടെ തന്നെ നല്ല ടൈറ്റ് ആണ്. ഈ ടൈറ്റ് ആണ് ഇത് വേണ്ടത് കേട്ടോ. അതിന് പ്ലേ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇത് ഈ അടുത്ത് തന്നെ മാറ്റിയിട്ടുള്ള റബ്ബറാണ്, അതുകൊണ്ടാണ് പ്ലേ അല്ലാത്തത്. തൊട്ട് മുന്നേ മാറ്റി പോയ റബ്ബറായിരുന്നു, സർവീസിൽ മാറ്റിയതാണ്. ഇപ്പൊ അതിന്റെ ശേഷമാണ് ചെയിൻ പോക്കറ്റ് മാറ്റുന്നത്. അപ്പൊ നോക്കുക, ഈ റബ്ബറിന്റെ മുകളിൽ വരെ ഇപ്പം റോയൽ എൻഫീൽഡിന്റെ ബാറ്റിങ് വന്നു കഴിഞ്ഞു, പഞ്ചിങ് വന്നു കഴിഞ്ഞു. അപ്പൊ റോയൽ എൻഫീൽഡിന്റെ എല്ലാ പ്രോഡക്റ്റും അതേമാതിരി മുമ്പത്തെ മാതിരി ഒന്നുമല്ല. എല്ലാ പ്രോഡക്റ്റും പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു പഞ്ചിങ്, അവരെ ആർന്നുള്ള പഞ്ചിങ് എല്ലാ പ്രോഡക്റ്റിന്റെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ ഫ്രണ്ട്സ് പോക്കറ്റ്, ഇതാണ് വരുന്ന ഫ്രണ്ട്സ് പോക്കറ്റ് REJ. പാർട്ട് നമ്പർ നോക്കുക, നമ്പർ നോക്കുക. അപ്പോൾ ചെയിനിന്റെ മുകളിലും മുമ്പ് ഡയമണ്ട് റോൾ ഓൺ എന്നൊക്കെ ബാഡ്ജിങ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഇപ്പോൾ കംപ്ലീറ്റ് ഡയമണ്ട് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോ ഡയമണ്ടിന്റെ ബാഡ്ജിങ് ആണ് കാണുന്നത്. സമയത്ത് ഡയമണ്ട് എന്തായാലും OE പാക്കിൽ വരുന്ന ഡയമണ്ടും, അതായത് ഡയമണ്ടാണ് സപ്ലൈ എങ്കിലും കൂടെ OE വരുന്ന പ്രോഡക്റ്റിന് ഒരുപാട് മാറ്റമുണ്ട്. അതിന്റെ ക്വാളിറ്റി ചെക്കഡ് ആയിരിക്കും. അതായത് ഔട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റേത് അങ്ങനെ അല്ല, ഡയമണ്ട് ആണ് പ്രൊഡക്ഷൻ ആണെങ്കിലും കൂടെ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഡയമണ്ട് റോൾ ഓൺ ഒക്കെ വരുന്നുണ്ട് ചെയിന്, പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. നമ്മൾ കാര്യം മനസ്സിലാക്കുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു ലാഗൊക്കെ ഉണ്ടാവും. സംസാരത്തിൽ കുറച്ച് സ്ലോ ആയിരിക്കും. അത് സ്പീഡായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ, വേറെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഈ ഒരു ചില വണ്ടികൾ വരുന്ന സമയത്ത് ഈ ഒരു സ്പേസർ ഇല്ലാതെ കാണാറുണ്ട്. അപ്പം ഈ കവർ അയക്കുന്ന സമയത്ത് താഴോട്ട് ചാടിപ്പോവും. അപ്പൊ ഈ ഒരു സ്പേസർ ഗിയർ ഷാഫ്റ്റിന്റെ സ്പേസർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ ഇവിടെ റോയൽ റിങ്സ് ഉണ്ട്. ഇവിടെ ഈ ഓയിൽ റിങ്സ് ഫ്ലാറ്റ് ആയിട്ടുണ്ട്, അത് മാറ്റി കൊടുക്കുക കേട്ടോ. ഇത് കുഴപ്പമില്ല, ഇത് ഫ്ലാറ്റ് ആയിട്ടുണ്ട്, മാറ്റി കൊടുക്കുക. ഇത് ഇതിന്റെ കൂടെ വരുന്ന പുറത്തേക്ക് ചാടി പോകാനുള്ള സംഗതിയാണ്. പിന്നെ ചെയിൻ മാറ്റുന്ന സമയത്ത് ചെയിനിന്റെ പാഡ്, ഇവിടെ ഒരു പാഡ് വരുന്നുണ്ട്. ഈ ഒരു പാഡ് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചെയിൻ ലൂസ് ആകുന്ന സമയത്ത് ഇട്ട് അടിച്ചിട്ട് സൗണ്ട് വരും. പിന്നെ ചെയിൻ സോക്കറ്റ് മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത്. അവിടെ അതിന്റെ കപ്പിംഗ് റബ്ബർ മാറ്റുക. പിന്നെ ഒറിജിനൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യം, അതായത് റോൾ ഓൺ ആണെങ്കിലും റോൾ ഓൺ വരുന്നുണ്ട്, ഡയമണ്ട് വരുന്നുണ്ട്, ഒരുപാട് IFB ഒരുപാട് ബ്രാൻഡുകൾ വരുന്നുണ്ട്. അപ്പം അതും കൂടി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചെയിന് അപ്പ് ആൻഡ് ഡൗൺ കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒറിജിനൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒറിജിനൽ ആകുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വളരെ റയറായിട്ട് വരാറുള്ളൂ. അതിന് ക്വാളിറ്റി ചെക്ക്ഡ് ആയിരിക്കും ഒറിജിനൽ ആകുമ്പോൾ. അപ്പൊ ഇത്രയാണ് ചെയിൻ സോക്കറ്റ് സെറ്റ് ചെയ്യുന്ന കാണിച്ചിട്ട് എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ്. അപ്പൊ സെറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോ ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.